ഹലോ ഗൈസ്, നമ്മൾ എടുക്കുന്ന വീഡിയോൻ്റെ ബാക്കി ഭാഗം മയരിഞ്ഞ് വന്നിട്ട് പള്ളിയിലൊക്കെ പോയി വന്ന് അപ്പോൾ തീർന്നില്ല. അപ്പോൾ മയൻ്റെ ഇതുകൊണ്ടില്ല. അപ്പോൾ പിന്നെ രണ്ടാമത് തുടങ്ങുകയാണ്. തീർന്നിട്ടില്ല, ഒരുപാട് സ്ഥലം എടുക്കാനുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ ഇത്രയും ഭാഗം ഇവിടെ ഇത്രയും ഭാഗം ഉരുണ്ടിട്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മിനിമം കട്ട് ചെയ്ത് തുരന്നെടുത്തു, എല്ലാം വൃത്തിയാക്കി ഇവിടെ ഫിനിഷിങ് ആക്കി. ഇനി ഇത്രയും കൂടി ഭാഗം എടുക്കാണ്. ഒക്കെ ഉണങ്ങിയ മരമാണ്, കൂടുതലായി കിടക്കുന്ന മരമാണ്. അപ്പം ഇങ്ങനെ മേടിയിട്ട് എടുക്കണം. ഇതെടുത്തിട്ട് ഇതിലോട്ട് ഈ ചീച്ചിൽ വന്നിക്കാണ്ട് പോയതാണ്. എന്തോ ചീച്ചിൽ വന്ന് മരത്തിൽ എന്താ പരിക്ക് പറ്റിയിട്ടേ ചീച്ചിൽ വന്ന് പോയ ഒരു മരമാണ്. പിലാവാണ്, നല്ല വരിക്കപ്പിലാവാണ്. ഇങ്ങനെ പോന്നാലേ നമ്മളെ പിലാവിനെ രക്ഷപ്പെടുത്താൻ കഴിയും. കുറച്ച് മരം ഈ തൊലിയും ഈ ഭാഗത്തുള്ള തോലുംപാടെ ഇങ്ങോട്ട് അടുത്ത് വരണം. എന്നാലും ഇവിടെ മരം ഇങ്ങോട്ട് വലുതായി വരുള്ളൂ. അപ്പോൾ അമ്മ അതിനുള്ള മരുന്നുകളൊക്കെ വെച്ച് ചകിരിയൊക്കെ വെച്ച് കെട്ടിക്കൊടുത്താൽ ഈ തൊലിക്ക് പെട്ടെന്നുള്ള വളർച്ച വരും. മറ്റേ ഇവിടെ ഉണങ്ങിയ മരം ടൈറ്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് അടുക്കാതിരിക്കാൻ പ്രയാസമുണ്ട്. ഇങ്ങോട്ട് അടുക്കില്ല. ഉണങ്ങിയ മരത്തിൻ്റെ മുകളിൽ കൂടി ഈ തൊലി കൊണ്ട് കയറി വരില്ല. അപ്പോൾ അതിനുള്ളൊരു പരീക്ഷണമാണ്. അപ്പോൾ വീഡിയോകൾ എല്ലാവരും കാണുക. അപ്പോൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇതണ്ട പൊടി ഇങ്ങനെ പാറിന് ജാതി പൊടികൾ അതിൻ്റെ ഉള്ളിൽ കുത്തി ഉണങ്ങി പൂതലായി കിടക്കുക. മഴ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് ചവിട്ടി പിടിക്കും. ഛർദ്ദിച്ച് ചെയ്യേണ്ട പണിയാണ്. എന്തെന്നാൽ അതിൻ്റെ പച്ചയിലോട്ട് പച്ചുള്ള മരം എടുക്കാൻ പാടില്ല. ഉണങ്ങിയ ഭാഗം മാത്രം എടുത്തു പോകണം. അപ്പം ഏകദേശം സഹോദരങ്ങളെ അത് വൃത്തിയായി. കണ്ടേ, ഒരു പിലാത്തയ്യൻ്റെ എത്രത്തോളം എന്ന് പറഞ്ഞാലേ നല്ലൊരു പക്കായി മാറിയാണ്. ഇത്രയും അകലത്തിൽ വലിയൊരു നല്ലൊരു ചാല് അടിവരെ കായ്ക്കുന്നു. ഉണങ്ങിയതൊക്കെ പോകുന്നിപ്പോൾ. ഇനി പച്ച ഉള്ളു. അപ്പം ഞാൻ പച്ചൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അതിനുള്ള ചകിരിത്തുപ്പ്, അതിനുള്ള മരുന്നുകളൊക്കെ മരുന്ന് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ഈ കറ പോകുന്ന സ്ഥലത്തൊക്കെ ഞാനിപ്പോൾ ഒന്ന് വരണ്ടി കൊടുത്താണ്. പുതിയ കറുത്ത തൊലിയൊന്നുകൊണ്ട് ക്ലീൻ ചെയ്താണ്. അപ്പോൾ ഇനി തന്നെ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുക. ഒന്ന് കഴുകി ആ പൊടികളൊക്കെ ഒന്നാണ് കളയാം. ഓക്കെ. അപ്പോൾ നമ്മളെ പിലാവ് ചകിരി വെച്ചിട്ട് ചകിരി വെച്ച് കെട്ടാൻ പോവാണ്.
പൊതിഞ്ഞു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് ചകിരിച്ചോറ്, ചകിരി തുപ്പ് എടുത്തിട്ട് കറ്റാർവാഴ വേണം അതിന്. ഇതാണ് കറ്റാർവാഴ. കറ്റാർവാഴൻ്റെ വലിയൊരു കറ്റാർവാഴൻ്റെ അത് ഫുള്ള് അതിൻ്റെ ജെല്ലി മുഴുവൻ ഇതിൽ ആഡ് ചെയ്തു. ഇത് നമ്മളെ എന്താ പറയുക, മുറിയൂട്ടി മരുന്ന് കുറച്ച് തോനാണ്ട് എടുത്തിട്ട് ജ്യൂസ് അടിച്ചാണ് അരച്ചതാണ്. അതാണ് തേച്ച് കൊടുക്കുക. അതാണ് തേച്ച് കൊടുത്തിട്ട് ഈ കറ്റാർവാഴയും തേച്ചിട്ട് ഇത് ഇങ്ങനെയാണ്ട് പൊതിയണം. പക്ഷേ ഇപ്പോൾ ഇവിടെ മഴ തുടങ്ങിയിരിക്കണം. അപ്പോൾ മഴ ഉണ്ടായാൽ പറ്റില്ല. മഴനങ്ങനെ നോക്കി നിൽക്കുകയാണ്. മഴത്തിപ്പോൾ പരിപാടി നടക്കില്ല, പൊതിനയും പണിയുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങിയ മറ്റൊരു മഴ മാറുന്നില്ല. മഴനെ കുറേ നോക്കി. ഇപ്പം ഇതിൻ്റെ മരുന്ന് സുഹൃത്തുക്കളെ മുറുകൂട്ടി മരുന്നാണ് കാണുന്നെങ്കിൽ അല്ലേ, വെള്ളം ചാടല്ലേ. മഴയുണ്ടേ, കുറച്ചാൻ ഒരാളുണ്ട്. ആരാ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മളെ ചകിരിത്തുപ്പെട്ടോ. ചകിരി ഇത് ഞാൻ കെട്ടിക്കൊടുത്താലേ ടൈറ്റാണ്. അപ്പോൾ എന്തായി നമ്മളെ ഇതടക്കുക. ചിലപ്പോൾ വേര് ഇറങ്ങൂട്ടാ. വേരിറങ്ങി നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇത് വന്നാൽ അവിടെ കടിക്കാൻ സാധ്യതയാണ്. ഇത് വന്നാൽ അവിടെ കടിക്കും. പിന്നെ വേറെ വെട്ടി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളെ ചകിരി വെക്കൽ കഴിഞ്ഞു. ചകിരി കെട്ടിക്കൊടുത്ത് ഇനിയിപ്പോൾ അതിന് മുകളിൽ കൂടി ഒരു പേപ്പറും കൂടി ചുറ്റി കൊടുക്കണം. അത് കഴിഞ്ഞാലേ ആ പേപ്പറും കൂടി അതിന് ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉഷാറായിട്ട് അവിടെ നിന്നോളും. ഇവിടേക്ക് ചൂട് തട്ടൂല. അപ്പോൾ ഈ രണ്ട് തൊലിയും കൂടി അപ്പം ഇതിൻ്റെ ചകിരിൻ്റെ തണുപ്പുണ്ടായതുകൊണ്ട് തൊലി വേഗം പെട്ടെന്ന് വരും. അപ്പോൾ ഇനി ആ പ്ലാസ്റ്റിക് കൂടി മൂടി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. പോയിട്ടില്ല.
കൊടുത്താലേ സംഭവം യുഗേ യുഗേനോ അപ്പോഴാണ് എൻ്റെ ടെൻഷൻ കണ്ടത്. വെള്ളം വരാതിരിക്കാനുള്ള വെള്ളം നിറച്ച് വെള്ളം അപ്പുറത്ത് കൂടി ഇഞ്ഞു പോകാം. അപ്പോൾ ഓക്കെ ബൈ സാറായില്ലേ? അപ്പം അത്രയും പൊതിഞ്ഞ് വെച്ചു. അപ്പം ഞമ്മക്കേ കുറച്ച് കഴിഞ്ഞിട്ടേ അത് എത്രത്തോളം നിൽക്കാൻ പറ്റും അവിടെ നിൽക്കട്ടെ. ഒരു 2-3 മാസമാണ് നിൽക്കുമ്പോൾ ആ തൊലികൾ ഇങ്ങനെ കൂടി വണ്ണം വെച്ച് തൊലി ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുക. വർഷക്കാലമൊക്കെ കഴിഞ്ഞിട്ടേ തുലാവർഷത്തിലൊക്കെ ഒന്നാണ്ട് കഴിച്ചാൽ ഏകദേശമൊക്കെ വിവരം അറിയാം. എന്തായാലും പോവില്ല. എൻ്റെ വെള്ളവാകൊക്കെ കഴിഞ്ഞാൽ മറ്റുള്ള തൊലി പുതിയ തൊലി വന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഉണക്ക പോരാഞ്ഞാൽ ഇത്രയും വിറക് അവിടെ നിന്ന് പോകുന്നതാണ്. ഈ കണ്ട വിറകുകളൊക്കെ അവിടെ നിന്ന് പൊളിച്ചെടുത്തത്. അപ്പോൾ ആരെങ്കിലും നല്ല മരങ്ങൾ വെട്ടാനും തോന്നുന്നില്ല, നിർത്തുമാണ്. അപ്പോൾ ഇങ്ങനെ പൊത്തോടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ ആയുസ് കുറവായിരിക്കും, കൂടുതൽ ശേഷി കിട്ടില്ല. അപ്പോൾ അതിന് നല്ലത് ഇതിങ്ങനെ വെട്ടിക്കൊടുത്ത് ഒന്ന് സെറ്റിൽ ചെയ്ത് കൊടുത്താൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ഷെയറൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. അപ്പോൾ ഇനിയും കാണാം മറ്റൊരു വീഡിയോയുമായി. ഓക്കെ, എല്ലാവർക്കും നല്ലത് തരട്ടെ.